വെൽക്കം ടു മൈ ചാനൽ കിമയ. അപ്പം ഞാനിന്ന് ഒരു പുതിയ മോഡൽ ചുരിദാറായിട്ടാണ് വന്നേക്കുന്നത്. ഹോഴ്സ് ഷൂ മോഡൽ നെക്കുള്ള ചുരിദാറാണ് കേട്ടോ. ഹോഴ്സ് ഷൂവിൻ്റെ നെക്ക് ഉള്ള ചുരിദാറാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതെടുക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നെക്ക് അതിൻ്റെ ഡിസൈൻ വ്യത്യാസമാണ്. അതുകൊണ്ട് നമുക്കതിൽ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഫുൾ ഷോൾഡറാണ്. ഫുൾ ഷോൾഡർ എടുക്കുക, ലെങ്ത് എടുക്കുക. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ആണല്ലോ ആദ്യം നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ആവശ്യമുള്ള ചുരിദാറിൻ്റെ അളവുകളൊന്നും പ്രത്യേകം ഞാൻ പറയുന്നില്ല. ഫുൾ ലെങ്ത് എടുക്കുകയാണ്. ലെങ്ത് എടുത്തു. ഞാൻ 47 എടുക്കുന്നത് കേട്ടോ. ഞാൻ ബോട്ടം റൗണ്ട് എടുക്കുന്നത്, ഇതിൻ്റെ ബോട്ടം റൗണ്ട് ഞാൻ എടുക്കുന്നത് 18. അതായത് സീറ്റുള്ള ആളാണ്, അപ്പോൾ ബോട്ടം റൗണ്ട് കൂടുതൽ വേണം, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അടുത്തത് ഞാൻ ഷോൾഡർ ആണ് എടുക്കുന്നത്. ഷോൾഡർ 8 ഇഞ്ചാണ്, അതായത് 16 ഷോൾഡർ വരുന്നത്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് ഫുൾ ഷോൾഡർ എടുത്തു. ഈ ഫുൾ ഷോൾഡർ തന്നെ താഴേക്ക് 8 ഇഞ്ച് എടുത്തു. ഓക്കെ, ബാക്കി വണ്ണവും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. അത് നമുക്ക് ഇതിൽ ആവശ്യമില്ലല്ലോ. നമുക്ക് ഹോഴ്സ് ഷൂ നെക്ക് മോഡൽ ചുരിദാറാണ്. ഹോഴ്സ് ഷൂവിൻ്റെ നെക്ക് മോഡൽ ചുരിദാറാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ബാക്കി ഒന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ, പറയാം അത് പിന്നാലെ. അപ്പം ഞാനിപ്പോൾ എടുക്കാൻ പോണത് ആദ്യം ബാക്കാണ്. ബാക്ക് എടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഷോൾഡർ എടുത്തിട്ടു. നമ്മൾ ഇതിൽ കഴുത്തകലം കണ്ടുപിടിക്കുന്നത്, കഴുത്തകലം എന്ന് പറയുമ്പോൾ നെക്ക് വിഡ്ത്ത്, അതായത് ഇതിൻ്റെ കഴുത്തകലം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ചെസ്റ്റിൻ്റെ 12 കാണുക. 42 ചെസ്റ്റാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 42 ചെസ്റ്റിൻ്റെ 12 എന്ന് പറയുമ്പോൾ 12 × 2 36. ബാക്കി 6 വരും. ഓക്കെ, നമുക്ക് വരുന്നത് 3.5 വരുന്നത്. 42 ചെസ്റ്റ് ആണെങ്കിൽ നമുക്ക് കഴുത്തകലം വരുന്നത് 12 എടുക്കുമ്പോൾ 3.5. ഇനിയിപ്പോൾ 40 ആണെങ്കിലോ 3.25 വരും. ഓക്കെ, 38 ആണെങ്കിൽ 12 കാണുമോ, അങ്ങനെ ഓരോന്നും നമുക്ക് വരും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കണത്, ഇവിടുത്തെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ച് ചെസ്റ്റാണ് നമുക്ക് വരുന്നത്. 40 ഇഞ്ച് ചെസ്റ്റ് ഞാൻ 42 കാണിച്ചു തന്നേ ഉള്ളൂ. 40 ഇഞ്ച് ചെസ്റ്റാണ് വരുന്നത്. അപ്പം ഈ 40 ഇഞ്ച് ചെസ്റ്റ് വരുമ്പോൾ നമുക്ക് 12 കാണുമ്പോൾ നമുക്ക് വരുന്നത് 3.25. ഈ 3.25 നിന്നും, അതായത് നെക്ക് വിഡ്ത്ത് വരുന്നത്, നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3.25. ഓക്കെ, ഈ 3.25 നിന്നും നമ്മൾ 3/4 ഇഞ്ച് മൈനസ് ചെയ്യണം. ഓക്കെ, 3/4 ഇഞ്ചാണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ 3.25 നിന്ന് 3/4 പോയാൽ എത്ര വരുന്നത്? 2.5 ഇഞ്ചാണ്. ഓക്കെ, 2.5 ഇഞ്ചാണ് നമുക്ക് കഴുത്തകലം വരുന്നത്. ഈ കഴുത്തകലം കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ അറിയേണ്ട കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചെസ്റ്റിന്റെ 12 എടുക്കുക, അതിൽ നിന്ന് 3/4 ഇഞ്ച് മൈനസ് ചെയ്യുക. അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഈ ഹോഴ്സ് ഷൂ നെക്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. അപ്പൊ ഞാനിപ്പോൾ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. ഓക്കെ, അതിനുശേഷം ബാക്കിൽ നമുക്ക് 1/2 ഇഞ്ച്, ബാക്കാണ് ഞാൻ ആദ്യം എടുത്തത്, 1/2 ഇഞ്ച് മാത്രം നമുക്ക് ഇങ്ങനെ കഴുത്തിന്റെ ഇറക്കം വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഈ ഫുൾ ഷോൾഡർ തന്നെയാണ് നമ്മൾ താഴേക്കും എടുത്തത്. അല്ലാതെ നിങ്ങൾക്ക് ഷോൾഡർ എടുക്കാൻ, ആം ഹോൾ എടുക്കാൻ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ 1.5 ഷോൾഡർ സ്ലോപ്പ് കൊടുക്കും. ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് 1.5 അത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റിന്റെ 6 കാണുക. 6 കണ്ടിട്ട് +1 കൊടുക്കുക കേട്ടോ. അപ്പൊ 40 ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് ചെസ്റ്റിന്റെ 6 എന്ന് പറയുമ്പോൾ 40ന്റെ 6 6.25 വരും അല്ലേ? അപ്പൊ 6.25 +1 ഇഞ്ച്, അപ്പൊ നമുക്ക് എത്ര വരും? 7.25 വരും. ഓക്കെ, വീണ്ടും നമ്മൾ 7.25 എടുക്കേണ്ടി വരും. അപ്പോൾ
ഇത് 1/4 ഇഞ്ച് 1.5 ഇഞ്ച് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അത് ഓരോരുത്തരുടെ ഓപ്ഷണൽ ആണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. കാരണം കൈവണ്ണമൊക്കെ കൂടുതലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇത് 1.5 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് എടുത്തു കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ 1/6 കണ്ടിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കാനായിട്ട് പറയുന്നത്. മനസ്സിലായോ? ഇത് ഓപ്ഷണൽ ആണ്. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് വരാം. അതായത് നമ്മൾ ഈ ഹോഴ്സ്ഷൂ മോഡലിൽ ആം ഹോൾ ചെയ്യുമ്പോൾ നമുക്ക് 1.5 ഷോൾഡർ സ്ലോപ്പ് വരണം. ഈ 1.5 ഷോൾഡർ സ്ലോപ്പ് വരുമ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മൾ ആം ഹോളിന്റെ, അതായത് നമ്മുടെ ചെസ്റ്റിന്റെ 1/6 കണ്ടിട്ട് അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയാൽ നമുക്ക് നമ്മുടെ ആം ഹോള് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. അതല്ല 1 ഇഞ്ച് കൂട്ടിയില്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ 1/4 കൂട്ടി കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ആം ഹോൾ എടുത്തിട്ട് നോക്കിയാലും മതി. അങ്ങനെ ചെയ്യാതെ വണ്ണമില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താലും കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ. ഇത് 2 രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇഷ്ടമാണ്. 2 മോഡലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ അതുപോലെ തന്നെയാണ് ചെസ്റ്റിന്റെ 1/6 കണ്ടു. കണ്ടതിന് ശേഷം അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി ബാക്കി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ വേസ്റ്റ് ലെങ്ത് എടുക്കുക. വേസ്റ്റ് ലെങ്ത് എടുത്തു, അവിടുത്തെ വണ്ണം കൊടുത്തു. ഓക്കെ. അവിടെ എത്ര ആണോ നിങ്ങൾക്കുള്ളത് അത് കൊടുക്കുക. അടുത്തത് സ്ലിറ്റ് ലെങ്ത് ആണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 21.5 ആണ്, 21.5. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 13 ഇഞ്ചാണ്. അവിടുത്തെ വണ്ണം നമുക്ക് വരുന്നത് 13 ഇഞ്ചാണ്. ഈ 13 ഇഞ്ച് എന്ന് പറയുമ്പോൾ സീറ്റ് അളവിനനുസരിച്ചാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ സീറ്റ് അളവിന്റെ രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പലർക്കും പല മെത്തേഡിൽ അത് എടുക്കാൻ പറ്റും. കാരണം ഈ ചില ആളുകൾക്ക് അവിടെ അധികം വേണ്ട, അതായത് നമുക്ക് അധികം വണ്ണം കൊടുക്കേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ്. അല്ലാതുള്ളവർക്ക് നമുക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതൽ എടുക്കാതെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇവിടെ അത് അതിനു മുമ്പേ ഞാൻ ഈ സ്ലിറ്റിന്റെ പറയുന്നില്ല. അതിനു മുമ്പേ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതായത് ഇപ്പൊ ഈ വര എന്ന് പറയുന്നത് നമുക്കിതാ ഇങ്ങനെ ഈ വണ്ണം ഉള്ളവർക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ. അതായത് അവർക്ക് വയറിന് വണ്ണം ഉണ്ടാകും, ഇല്ലേ? അതുപോലെ തന്നെ സീറ്റും ഉണ്ടാവും. അപ്പൊ കൊടവയറുള്ളവരുണ്ടാകും, സീറ്റും ഉള്ളവരുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. അതല്ല വയറില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ അളവ് ഇത് കണ്ടാവും, ഇതാ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ വണ്ണമില്ലാത്ത മെലിഞ്ഞവർക്കാണെങ്കിൽ ഈ വര മതി. അതേസമയം വണ്ണം ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഇത് തന്നെ വരയ്ക്കണം. ഇത് വണ്ണവും ഉണ്ട് സീറ്റും ഉള്ള ആളായതുകൊണ്ടാണ് നമ്മൾ സീറ്റ് കൂടുതലാണ് എടുത്തേക്കുന്നത്, ബോട്ടം റൗണ്ട് കൂടുതലാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതെനിക്ക് പ്രത്യേകം പല തവണ പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയ കാര്യമാണ്. അതായത് വയറുള്ളവർക്ക് നമ്മൾ ഇങ്ങനെയാണ്. ഈ വയറുള്ളവർക്കും വേറെ രീതികളുണ്ട്, സ്ലിറ്റ് കയറ്റിയൊക്കെ ചെയ്യണം. അത് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇത് ചെയ്തപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് നമ്മൾ അത് അങ്ങനെ വരച്ചു കഴിഞ്ഞു. അടുത്ത ഇനി ഫ്രണ്ട് ആണ് എടുക്കുന്നത്. ഫ്രണ്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കഴുത്തകലം 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ 1.5 ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ഉയർത്തിയിട്ടൊന്നുമില്ല. ഇതിന്റെ ബാക്ക് നമ്മൾ ഉയർത്തിയിട്ടില്ല. നമ്മൾ സാധാരണ രീതിയിലാണ് ഇരിക്കുന്നത്, ബാക്ക് ഉയർത്തിയിട്ടേ ഇല്ല. ഓക്കെ. അപ്പോ ഇനി ഇത് നമ്മൾ എടുക്കുന്നത്, അതായത് 2.5 ഇഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇറക്കം, സാധാരണ നമ്മൾ എത്ര ഇറക്കമാണോ എടുക്കുന്നത് ആ ഇറക്കം എടുക്കുക. സാധാരണ എടുക്കുന്ന ഇറക്കം മതി. ഇറക്കം എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു അകലം എടുക്കുന്ന ഒരു 4 ഇഞ്ചാണ് കേട്ടോ. 4 ഇഞ്ച് എടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ. ഇങ്ങനെ വരച്ചു കൊടുത്തു. ഈ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഏത് നെക്കാണോ വേണ്ടത് ആ നെക്ക്, നമുക്ക് എപ്പോഴും ഹോഴ്സ് ഷൂവിൽ വരുമ്പോൾ ഈ നെക്കാണ്, ഈ റൗണ്ട് നെക്കാണ് നല്ലതായിട്ട് വരുന്നത്. ഈ നെക്ക് തന്നെ എടുക്കുക. ഒത്തിരി വൈഡായിട്ട് പോകരുത്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നല്ല നല്ല രീതിയിൽ തന്നെ ഇരിക്കും. ഓക്കെ. ഇനി ഫ്രണ്ട് ആം ഹോൾ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്. ഇതിന്റെ സെന്റർ കാണുക. സെന്റർ കണ്ടിട്ട്
ഇപ്പൊ സെന്റർ കണ്ടും ചെയ്യാം. അതല്ലെങ്കിൽ ഇതിപ്പോ 7:30 വന്നേക്കുന്നത്, 7:30 സെന്റർ എന്ന് പറയുമ്പോൾ 3:45 വരും. നമുക്കൊരു 4:15, അതായത് 1/2 ഇഞ്ച് താഴ്ത്തി ആയാലും എടുത്താലും കറക്റ്റ് ആണ്. കണ്ടോ, ഇങ്ങനെ എടുത്താലും ഇത് കറക്റ്റ് ആണ്. ഇത് ഫ്രണ്ടിന്റെ ആം ഹോൾ, ഇത് ബാക്കിന്റെ ആം ഹോൾ. ബാക്കിന്റെ ആം ഹോളും ചേർന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് ഹോഴ്സ് ഷൂ നെക്ക് മോഡൽ ചുരിദാറാണ്. അപ്പൊ ഇത് നമ്മൾ എടുത്തത് 2.5 ഇഞ്ച്. ഇത് എടുത്ത മോഡൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര ആണോ ചെസ്റ്റിന്റെ 12-1 കണ്ടിട്ട് അതിൽ നിന്ന് 1/4 ഇഞ്ച് മൈനസ് ചെയ്താണ് കഴുത്തകലം കാണുന്നത്. ആർക്ക് വേണേലും ഏത് രീതിയിലായാലും ചെയ്യണമെങ്കിൽ, ഏത് അളവിൽ ചെയ്യാനായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിത് കട്ട് ചെയ്യുന്നൊന്നും കാണിക്കണ്ടല്ലോ, ഞാൻ കട്ട് ചെയ്തെടുത്തോളാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ നെക്ക് നമുക്ക് സ്റ്റിഫിൽ വേണം ചെയ്യാം. ബാക്കിൽ നമ്മൾ ഇത്രയും മാത്രമല്ലേ കട്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ ഷോൾഡർ സ്ലോപ്പ് വരുന്നത് 1.5 ഇഞ്ച് തന്നെയാണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് ബാക്ക് തന്നെയാണ്. ബാക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്രണ്ട് കട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ സ്ലിറ്റ് വരുന്നിടത്ത് എപ്പോഴും ഒരു നോച്ചസ് ഇട്ട് കൊടുക്കണം. അത് എപ്പോഴും നമുക്കത് എടുക്കാൻ സുഖമാണ് കേട്ടോ. നോച്ചസ് ഇടുക. ഇനി ഫ്രണ്ടിന്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, സ്റ്റിഫിൽ എടുക്കാനാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ അതിന്റെ പിക്ചർ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും തയ്ച്ചു നോക്കുക. ഓക്കെ, ബൈ, നമുക്ക് വീണ്ടും കാണാം.